വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവല്ലോ അല്ലേ? അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരുമല്ലേ? അപ്പോൾ നമുക്ക് ക്രിസ്മസിന് റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി എന്നല്ല, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ നോക്കാം അല്ലേ? മറന്നു പോകണ്ട. അപ്പോൾ ഞാൻ ഇത് വളരെ കുറച്ച് അളവിലുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. അത് കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 2 സവോളയും ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോയും കൂടി. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓയിലൊഴിച്ചു, മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് ഓയിലൊഴിച്ചു, കടുകിട്ട് കൊടുത്തു. എന്നിട്ട് അത് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി, അതായത് സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കൂടെ നമ്മളുടെ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ മഞ്ഞൾ കൂടി ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് നേരത്തെ തന്നെ ചേർക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വഴന്ന് കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. അപ്പം നമ്മൾ ചായയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തെന്ന് ചായയും കൂടി ഒന്ന് കുടിച്ചിട്ട് ബാക്കി പണി ചെയ്യാം എന്ന് വിചാരിച്ച് ചായയൊക്കെ കുടിച്ചോണ്ട് നമ്മൾ ബാക്കി പണി ചെയ്യുന്നു കേട്ടോ. അപ്പം നമ്മൾ സവോള ഒക്കെ വഴന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളുടെ തിളപ്പിച്ച വെള്ളം ഒരല്പം കൂടി അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണം. ഒഴിച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കും. അതിനുശേഷം അത് നല്ലതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാലിൻ്റെ 1ാം പാലും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതൊക്കെ വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ നാണിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാവേ. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ക്രിസ്മസിൻ്റെ കുറേ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ, സീ യു.